ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് GST കോഴ്സിനെ കുറിച്ചിട്ടാണ്. GST ബേസിക് ടു അഡ്വാൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ടാലി ഓൺലൈൻ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും അതെ, എല്ലാവർക്കും GSTയെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സുകളാണ്. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യയിൽ ഒരു അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് എന്താണ് GST നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് GSTR 1 എന്താണ്, GSTR 2 എന്താണ്, GSTR 3B എന്താണ്, അതേപോലെ തന്നെ ടാലിയിൽ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ എൻ്റർ ചെയ്യുക, ടാലിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് A to Z നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമ്മളൊരു പെർഫെക്റ്റ് അക്കൗണ്ടൻ്റ് ആകുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ID ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. 1 മന്താണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാലി നമുക്ക് എന്താണ് A to Z നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, GST കോഴ്സ്, അതായത് ബേസിക് ടു അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് GST എന്ന് അറിയണ്ടേ. എന്താണ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സിൻ്റെ മുകളിലും അതേപോലെ തന്നെ സർവീസിൻ്റെ മുകളിലും ഈടാക്കുന്ന ഒരു ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് ടാക്സ്. ഏത് രാജ്യത്ത് ജീവിക്കുകയാണെങ്കിലും എന്താണ്, അത് അങ്ങനെ തന്നെയാണ് അല്ലേ. ഇന്ത്യയിലാണെങ്കിലും അതെ, ഇപ്പം എന്താണ് ഗൾഫിലാണെന്നുണ്ടെങ്കിലും എന്താണ് VAT ആണ് അവിടെയുള്ളത്. വാല്യൂ ആഡഡ് ടാക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 തരത്തിലുള്ള GST ആണ് ഉള്ളത്. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST എന്ന് പറയും. അതായത് സ്റ്റേറ്റിനെ ബന്ധിക്കുന്ന ടാക്സ് ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, CGST എന്ന് പറയും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, IGST എന്ന് പറയും. അതായത് ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിൽക്കുന്നു, ഞാൻ കേരളത്തിൽ തന്നെയാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് തന്നെയാണ് ഞാൻ ഗുഡ്സ് സെയിൽ ചെയ്യണത്. വിത്തിൻ ദ സ്റ്റേറ്റ് ആകുമ്പോൾ അവിടെ അപ്ലിക്കബിൾ ആണ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, SGSTയും അതേപോലെ തന്നെ CGSTയും ആണ്. അതായത് 12% ആണ് ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. അതായത് ടാക്സിൻ്റെ പകുതി സ്റ്റേറ്റ് എടുക്കും, പകുതി എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് എടുക്കുക. എന്നാൽ കേരളത്തിൽ നിൽക്കുന്ന ഞാൻ വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുക, അതായത് മഹാരാഷ്ട്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ആണ് ഗുഡ്സ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുക. അവിടെ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, IGST ആണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരിക. ഇന്ത്യയിൽ 5 തരത്തിലുള്ള ടാക്സുകളാണ് ഉള്ളത്. 5 റേറ്റുകളിലുള്ള ടാക്സുകളാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ, 5% മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ 5 റേറ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ എന്താണ്, 0% ആണ്, നിൽ റേറ്റഡ് ആയിട്ടുള്ളൊരു ടാക്സ് ഉണ്ട്. സെക്കൻഡ് എന്താണ്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് 28% ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ 5% ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ 2.5 എന്താണ് CGST ആണ് വരിക, 2.5 എന്താണ് SGST ആണ് വരിക. അപ്പോൾ സ്റ്റേറ്റും സെൻട്രലും എന്താണ് പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുക. നമ്മൾക്ക് ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഈ GST കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് നമുക്ക് സെയിം സ്റ്റേറ്റിലുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റിലുള്ളതും ഇവിടെ പറയുന്നുണ്ട്. സെയിം സ്റ്റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇവിടെ ഗുഡ്സ് അറ്റ് 12% ഉള്ള ഗുഡ്സ് ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ വാല്യൂ പറയുന്നത് 6 lakh ആണ്. അതിൻ്റെ CGST പറയുന്നത് എന്താണ്, 6% ആണ്, അപ്പോൾ 36,000 വന്നു. അതിൻ്റെ SGST എന്താണ്, അതും 6% ആണ്, എന്താണ് 36,000 വന്നു. ടോട്ടലായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, 6,72,000 ആണ് വരുന്നത്. ഇനി ഇൻ്റർ സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ്, 12% ഉള്ളതാണെങ്കിൽ എന്താണ് 6 lakh ആണ്. അപ്പോൾ IGST ആണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരിക. 12% എന്താണ് 72,000 വന്നു. ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 6,72,000 ആണ് വരിക. നെക്സ്റ്റ് നമ്മൾക്ക് GSTയിലെ റിപ്പോർട്ട്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് 3 റിപ്പോർട്ട്സുകളാണ് നമുക്ക് പ്രധാനമായും GSTയിലുള്ളത്. ഒന്ന് GSTR 1 ആണ്.
GSTR1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് GSTR1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ GSTR2 ആണ്. GSTR2 എന്ന് പറഞ്ഞാൽ അത് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിലുണ്ടായിരിക്കുക. GSTR3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ടാക്സ് എന്ന് പർച്ചേസ് മൈനസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് സെയിൽസ് നിന്ന് എന്താണ് പർച്ചേസ് മൈനസ് ചെയ്തിട്ടുള്ളതിൻ്റെ റിപ്പോർട്ടുകളാണ് എന്തിലുണ്ടായിരിക്കുക, GSTR3Bയിൽ ഉണ്ടായിരിക്കുക. അടുത്തത് എന്താണ്, ITC എന്ന് പറയും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ 100 രൂപ സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്തു, ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 50 രൂപയാണ് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി ഞാൻ ബാക്കി എത്രയും കൂടിയേ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ, 50 രൂപ കൂടിയാണ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 50 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ 100 രൂപ കളക്ട് ചെയ്തു. അപ്പോൾ ബാക്കി ബാധ്യതയാണ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കാൻ ഒരിക്കലും പറയുന്നില്ല. ബാക്കിയുള്ള ബാധ്യത എത്രയാണോ അതാണ് നമ്മൾക്ക് പേയബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് നമുക്ക് വരിക. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് പർച്ചേസ് അതേപോലെ തന്നെ സെയിൽസ് എങ്ങനെയാണ് അത് കണക്കാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ GST സെയിൽസ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടായിരിക്കുക, പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് കാൽക്കുലേഷൻ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ എന്താണ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ 12% ടാക്സ് റേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 ലാഖിൻ്റെ ഗുഡ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ CGST 6% ഉണ്ട്, SGST 6% ഉണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 6,72,000 വന്നിരിക്കുന്നത്. ആ ഐറ്റം നമ്മൾ സെയിൽ ചെയ്തു. നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടാണ് വിറ്റത്. 6,60,000 നമ്മൾ വിറ്റ ഗുഡ്സ്. അതിൻ്റെ മുകളിൽ എന്താണ് CGST ടാക്സ് വന്നു 6%, SGST ടാക്സ് വന്നു. ടോട്ടലായിട്ട് 7,39,200 ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു എമൗണ്ട് GSTR3Bയിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾക്ക് GSTR3Bയിൽ എന്താണ് ഔട്ട്വേർഡ് സപ്ലൈ നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത്, 6,60,000 വന്നിരിക്കുന്നത്. അതായത് നമ്മൾക്ക് വിറ്റുള്ള ഗുഡ്സ് എത്രയായിരുന്നു, 6,60,000 ആയിരുന്നു. അതിൻ്റെ CGST എത്രയാണ് വന്നിരിക്കുന്നത്, 39,600 വന്നിട്ടുണ്ട്. SGST എത്ര വന്നിട്ടുണ്ട്, 39,600 വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ എലിജിബിൾ ITC പറഞ്ഞാൽ എന്താണ്, പർച്ചേസിൻ്റെ എമൗണ്ട്. പർച്ചേസ് എത്രയായിരുന്നു, 6 ലാഖ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ CGST എന്താണ്, 36,000 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ SGST എത്ര വന്നിട്ടുണ്ട്, 36,000 വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താണ്, നമ്മൾ ഗവൺമെൻറ്റിലേക്ക് എത്ര അടയ്ക്കണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാണുക. അതായത് പേയബിൾ എമൗണ്ട് നമ്മൾ എന്താണ്, അതിൻ്റെ ഫോർമുല എന്താണ്, ടാക്സ് ലയബിലിറ്റി മൈനസ് എലിജിബിൾ ITC. കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്ന് എന്താണ് നമ്മൾ എലിജിബിൾ ITC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളുടെ പേയബിൾ എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. CGST ആയിട്ട് എന്താണ് 39,600 വന്നിരിക്കുന്നത്. അതേപോലെ നമ്മൾക്ക് CGSTയുടെ സെയിൽസിൻ്റെ എമൗണ്ട് എന്താണ് 39,600 വന്നിരിക്കുന്നത്. ഔട്ട്വേർഡ് സപ്ലൈയുടെ CGST 39,600 വന്നിരിക്കുന്നത്. നമ്മൾ എലിജിബിൾ ITCയിലുള്ള CGST എത്രയാണ്, 36,000 വന്നിരിക്കുന്നത്. അതേപോലെ SGST എന്താണ്, നമുക്ക് ഔട്ട്വേർഡ് സപ്ലൈയിലുള്ള SGST എത്രയാണ്, 39,600. അതേപോലെ തന്നെ എലിജിബിൾ ITCയിലുള്ള SGST എത്രയാണ്, 36,000. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് വന്നിരിക്കുന്നത്, 3,600 അതേപോലെ തന്നെ 3,600 അപ്പോൾ ടോട്ടലായിട്ട് എത്രയാണ് വന്നിരിക്കുന്നത്, 79,200 വന്നിട്ടുണ്ട്. അതേപോലെ അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയായിരുന്നു, 79,200 കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിൽ ചെയ്തപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ എത്ര മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, 72,000 നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ബാലൻസ് ഇനി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത് എത്രയാണ്, 7,200. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ കളക്ട് ചെയ്തത് കൂടുതലാണെങ്കിൽ, പർച്ചേസ് ചെയ്തത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ട്, അത് കുറവാണെങ്കിൽ നമ്മൾ ഇനിയും ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ 7,200 നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട എമൗണ്ട്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ സെയിൽസും വന്നിട്ടുണ്ട്. നമ്മൾ 12% ഗുഡ്സ് തന്നെയാണ്. 7 ലാഖാണ് പർച്ചേസിൻ്റെ എമൗണ്ട്. അതിൽ CGST 42,000, SGST 42,000 വന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 7,84,000 വന്നിട്ടുണ്ട്. അതേപോലെ സെയിൽസ് ചെയ്തിട്ടുള്ളത് എന്താണ്, നമ്മൾ 6 ലാഖിനാണ് സെയിൽ ചെയ്തത്. ഇവിടെ CGST എത്ര വന്നു, 36,000 വന്നു. SGST എത്ര വന്നു, 36,000. ടോട്ടലായിട്ടുള്ള എമൗണ്ട് എത്രയാണ്, 6,72,200 ടോട്ടലായിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. 6,72,000 വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ 72,200 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കൂ കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് GSTR 3Bയിൽ എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് GSTR 3B എടുത്തു. നമ്മളുടെ ഔട്ട്വേർഡ് സപ്ലൈ എത്രയാണ്? 6 lakh ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ CGST എത്രയാണ് വന്നിരിക്കുന്നത്? 36,000 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ SGST എത്രയാണ് വന്നിരിക്കുന്നത്? 36,000 ആണ് വന്നിരിക്കുന്നത്. എലിജിബിൾ ITC പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയായിരുന്നു? 7 lakh ആയിരുന്നു. അതിൻ്റെ ടാക്സ് എത്രയാണ് വന്നിരിക്കുന്നത്? 42,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ, സെയിൽ ചെയ്തിട്ടുള്ളത് കുറവായിരുന്നു. അതായത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ അടച്ചിട്ടുണ്ട്, സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ മാസം സെയിൽ നമുക്ക് കുറവായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 42,000 CGSTയും SGSTയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കളക്ട് ചെയ്തത് എത്രയേ ഉള്ളൂ? 36,000 മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എന്തായിരുന്നു നമ്മുടെ ഫോർമുല? പേയബിൾ എമൗണ്ട് ഈക്വൽ ടു ടാക്സ് ലയബിലിറ്റി മൈനസ് എലിജിബിൾ ITC. അപ്പോൾ ഇവിടെ നമുക്ക് CGST എന്താണ്? 36,000 ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈയിലുള്ളത് എന്താണ്? അതായത് ഔട്ട്വേർഡ് സപ്ലൈയിലെ സെയിൽസിലെ CGST എത്രയാണ്? 36,000 ആണ് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്തിട്ടുള്ള CGST എത്രയാണ്? 42,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്താണ് നമ്മൾക്ക്? ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്തത് നമ്മൾ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇവിടെ -6,000. കാരണം നമ്മൾ ഇനി ഒന്നും കൊടുക്കാനില്ല, നമ്മൾക്ക് ഗവൺമെൻറ് അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അതേപോലെ തന്നെയാണ് SGST എന്താണ്? നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈയിലുള്ള SGST എത്രയാണ്? 36,000 ആണ്. എലിജിബിൾ ITC പർച്ചേസ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 42,000 ആണ്. അപ്പോൾ അതും എന്താണ്? നമ്മൾക്ക് മൈനസ് ആണ്. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 72,000 ആണ് നമുക്ക് ടോട്ടൽ ടാക്സ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എലിജിബിൾ ITCയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 84,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ്? 84,000 നമ്മൾ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് കളക്ട് ചെയ്തിട്ടുള്ളൂ? 72,000 മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് 12,000 എന്താണ്? നമ്മൾക്ക് ഗവൺമെൻറ് അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. നമ്മൾ 2 എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ GSTR ഫയൽ ചെയ്യണ്ടേ? യെസ്, നമ്മൾ തീർച്ചയായിട്ടും GSTR ഫയൽ ചെയ്യണം. അതായത് നമ്മൾ ടാക്സ് കൊടുക്കാനില്ലെങ്കിലും എന്താണ്? നമ്മൾ ബ്ലാങ്ക് റിട്ടേൺ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ 12,000 നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അടുത്ത പ്രാവശ്യം നമുക്ക് സെയിൽസ് ഉണ്ടായിരിക്കുമല്ലോ, അതുണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് കൊടുത്താൽ മതി. അല്ലാതെ ഗവൺമെൻറ് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് തരില്ല. കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുക്കണം. പക്ഷേ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല, എമൗണ്ട് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല. അടുത്ത മാസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുക. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാലോ? നമുക്ക് ഇവിടെ ഇനി നമുക്ക് IGSTയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസ് ഉണ്ട്, ഇവിടെ സെയിൽസ് ഉണ്ട്. നമ്മൾ 12% ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 5 lakh ആണ്. അതിൻ്റെ IGST 12% ആണ്. അപ്പോൾ 60,000 വന്നു. ടോട്ടൽ 5,60,000 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ സെയിൽ ചെയ്തു. അപ്പോൾ നമ്മൾ 12% ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്തു. ടോട്ടൽ 5,50,000 ആണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഇൻഡർസ്റ്റേറ്റിലേക്ക് വിറ്റുള്ളത് എത്രയായിരുന്നു? 3 lakh ആണ് നമ്മൾ വിറ്റുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ എന്തായിരുന്നു? നമ്മൾ 5,50,000 ഗുഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് 5 lakh ആണല്ലോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ടാണല്ലോ നമ്മൾ വിൽക്കുക. അപ്പോൾ ടോട്ടൽ 5,50,000 ആണ് ഉള്ളത്. അതിൽ നമ്മൾ എന്താണ് IGST ആയിട്ട് എത്രയാണ് വിറ്റത്? 3 lakh ആണ് നമ്മൾ വിറ്റത്. അപ്പോൾ അതിൻ്റെ IGST ആയിട്ട് 12% എത്രയാണ്? 36,000 ആണ്. ബാക്കിയുള്ള ഗുഡ്സ് നമ്മൾ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് വിറ്റത്. അപ്പോൾ ഇവിടെ നമുക്ക് CGSTയും SGSTയും ആണ് നമ്മൾ കളക്ട് ചെയ്തത്. അതായത് 2,50,000 ആണ് ബാലൻസ് ഗുഡ്സ്. അത് നമ്മൾ എന്താണ്? CGST 15,000ഉം അതേപോലെ തന്നെ SGSTയും എന്താണ്? 15,000ഉം ആണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് GSTR 3Bയിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് GSTR 3B ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഔട്ട്വേർഡ് സപ്ലൈയിൽ എന്താണ്? നമുക്ക് 3 lakh ആണ്. നമ്മൾ ഇൻഡർസ്റ്റേറ്റിലേക്ക് വിറ്റുണ്ടായിരുന്നത് എത്രയായിരുന്നു? 3 lakh ആയിരുന്നു. അതിൻ്റെ IGST എത്രയാണ് വന്നിരിക്കുന്നത്? 36,000 ആണ് വന്നിരിക്കുന്നത്. ബാക്കി 2,50,000 നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. അത് സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മൾ വിറ്റത്. അതിൻ്റെ CGST എത്രയാണ്? 15,000ഉം SGST 15,000ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഫോർമുല വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഫോർമുല പറഞ്ഞാൽ എന്താണ്? പേയബിൾ എമൗണ്ട് ഈക്വൽ ടു ടാക്സ് ലയബിലിറ്റി മൈനസ് എലിജിബിൾ ITC. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമുക്ക് IGSTയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? നമുക്ക് 60,000 ആണ്. എലിജിബിൾ ITC എത്രയാണ്? 60,000 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് എത്രയായിരുന്നു? 36,000 ആണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ എത്രയാണ് എമൗണ്ട്? 24,000 ആണ് IGSTയിലെ എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് 60,000 നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇൻഡർസ്റ്റേറ്റിലേക്ക് സെയിൽ ചെയ്തപ്പോൾ 36,000 കളക്ട് ചെയ്തു. അപ്പോൾ 24,000 ആണ് എന്ത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ട്. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എമൗണ്ട് നമ്മൾ എന്താണ് CGSTയിലേക്കും SGSTയിലേക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് IGST CGSTയിലേക്കും SGSTയിലേക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ CGST ആയിട്ട് എത്രയായിരുന്നു? 15,000 15,000. അപ്പോൾ മൊത്തം എന്താണ്? 30,000 ആണ്. അപ്പോൾ 24,000 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, 30,000 നമ്മൾ കളക്ട് ചെയ്തു. ബാക്കി എത്രയാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്? 6,000 ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ GSTR 3Bയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് എന്താണ്? ഒരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് A to Z ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.